നൗഷാദിൻ്റെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ തോന്നിപ്പോകും വല്ലാത്ത സ്നേഹമാണ് കെ സമസ്തക്കാരോട് എന്നുള്ളത്. അതുപോലെ തന്നെ ഷെയ്ഖുന ഷംസുല്ലമായി ഖദ്ദസല്ലാഹു സിറഹുൽ തങ്ങൾ ഉസ്താദിനോട് വല്ലാത്ത മഹബത്താണെന്ന് തോന്നിപ്പോകും. പക്ഷെ കപടനാണ്. പലപ്പോഴും നമ്മുടെ ഇന്നത്തെ പ്രസിഡൻ്റായ സയ്യിദുൽ ഉലമയെ ആക്ഷേപിച്ചിട്ടുണ്ട്, വെല്ലുവിളിച്ചിട്ടുണ്ട്, കുഞ്ഞാമനെ വെല്ലുവിളിച്ചിട്ടുണ്ട്, ആരായാലും പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ശംസുല്ലമിൻ്റെ പേരിൽ കളവ് പറഞ്ഞപ്പോൾ തിരുത്തിയിട്ടുമുണ്ട് നമ്മുടെ സയ്യിദുൽ ഉലമ. എന്നിട്ട് പിന്നെയും പൊക്കി പറയുന്നത് എന്തിനാണ്? സ്വന്തം ലാഭത്തിനാണ്. ഇതൊന്ന് കേട്ടു നോക്കൂ അവൻ പറയുന്ന വാക്ക്. അതാണ് ഉസ്താദ്, അതാണ് ശംസുൽ ഉലമ. അതാണ് നമ്മൾ പറയുന്നത് ശംസുൽ ഉലമയാണ് പിൻപറ്റപ്പെടാൻ പറ്റിയ ഒരു ആലിമുണ്ടെങ്കിൽ അത് ശംസുൽ ഉലമയാണ്. നമ്മൾ പിൻപറ്റുന്നത് അവരെയാണ് എന്ന് നമ്മൾ തീർത്തു പറയുന്നു. അതുകൊണ്ടാണ് തീർത്ത് അളന്ന് മുറിഞ്ഞ് ഉറപ്പിച്ച് തറപ്പിച്ച് എല്ലാം കൊണ്ട് വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി നോക്ക്, ഇതിപ്പോൾ നടന്ന പ്രഭാഷണമാണ്, ഇപ്പം ആദ്യം കണ്ട ക്ലിപ്പ്. ഇനി വരുന്നത് കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. ഇത് കേൾപ്പിച്ചപ്പോൾ അയാൾ പറയുന്നത് ഞാൻ അതിനൊക്കെ വിട്ട് കാലം കഴിഞ്ഞു, അത് പിന്നെ അന്ധകാരമായിരുന്നു എന്നാണ്. ചങ്ങായി ഈജിക്ക് വെളിവില്ല എന്നുള്ളത് ഇത് കേട്ടാൽ തന്നെ തിരിയും. ഒന്ന് കേട്ട് നോക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. ഇനി പറയുന്ന വാക്ക്: ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ താജുൽ ഉലമയുടെ മദ്ഹബിലാണ്. ഹഖ് ബാത്തില് അതിന്റെ ഇടയിൽ ഒന്നില്ല. അതൊക്കെ താജുൽ ഉലമ തന്നെ ഇവിടെ വന്ന് കണ്ടില്ലേ? ഇവിടെ ഒരു പ്രഭാഷണത്തിന് വേദി കിട്ടണം, പ്രസംഗിക്കാൻ വേദി വേണം. ആ ആഗ്രഹത്തോടെ താജുൽ മക്കളാണെന്ന് പറഞ്ഞാൽ എനിക്ക് അവസരം തരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് എപിക്കാരെ ഓടിച്ചത്. അവസാനം എപിക്കാർ അവനെ വലിച്ചെറിഞ്ഞപ്പോൾ, സമസ്തനെ വിളിച്ചെറിഞ്ഞപ്പോൾ സമസ്തക്കെതിരായി. ഇന്നത്തെ ലക്ഷ്യബോധവും ഇന്നത്തെ ആഗ്രഹവും ഒക്കെ എന്താണ്? പരിഹസിക്കുക, കളവാക്കുക, ആളുകളെ കൊച്ചാക്കുക. ഇക്കാരെ അറിയണം നിങ്ങൾ ഇവന്റെ കാപട്യം. അല്ലാതെ ഞങ്ങൾ ഭയപ്പെടുകയില്ല. അതാ ഞങ്ങളെ താജുൽ ഉലമ പഠിപ്പിച്ചത്. താജുൽ ഉലമ പഠിപ്പിച്ച ആശയ ആദർശത്തെയാണ് ഇവിടെ ഇയാൾ പറയുന്നത്. താജുൽ ഉലമ ഏത് ആദർശക്കാരനാണെന്നാണ് വിശദീകരിക്കുന്നത്. താജുൽ ഉലമ നിങ്ങളെ വഴിയിലല്ല എന്ന് കെ സമസ്തക്കാരോടാ പറയുന്നത്. കാണണം കെക്കാരെ, ഈ പറയുന്ന കാപട്യത്തിൻ്റെ വാക്കുകൾ എത്ര സുന്ദരമാണ്. ഇതിവനിക്ക് ഇങ്ങനെ പറയാൻ കഴിയൂ? നമുക്ക് കഴിയില്ല ഇങ്ങനെ പറയാൻ. സ്വന്തം ഉസ്താദ് പറഞ്ഞതിനെതിരെ പറഞ്ഞപ്പോ, ഉസ്താദിനെതിരെ എന്നൊരു വാദം വന്നപ്പോ ഹക്ക് ഞാൻ പറയും, അതിനെതിരെ ഉസ്താദ് പ്രശ്നമാണെങ്കിൽ പഠിപ്പിച്ച ഇൽമ എടുത്തോ എന്ന് പറഞ്ഞ നേതാവിന്റെ അനുയായികളായ കണ്ടില്ലേ പറയുന്ന അഹങ്കാരം എത്രയാണെന്നുള്ളത്. അഹങ്കാരത്തിന്റെ വാക്ക് കേട്ടാൽ എനിക്ക് മനസ്സിലാവല്ലോ. അന്ന് പറഞ്ഞ വാക്ക് നൗഷാദ് അതാണെങ്കിൽ ഇന്ന് പറയുന്നത് കെ സമസ്തക്കാരെ നിങ്ങളെ സോപ്പിടാനാണ്. കുറ്റമ്പാർ ഉസ്താദിൻ്റെ ഒരു വാക്ക് കുനിയണമെന്നുള്ള വാക്കിനെടുത്ത് നിങ്ങളെ മുമ്പിൽ എടുത്ത് കാണിച്ചെന്നവനാണ് നമ്മുടെ തമ്മിലിടയിലുള്ള ഭിന്നിപ്പുണ്ടാക്കാൻ സൃഷ്ടിക്കാൻ വേണ്ടി. അതിന് കൃത്യമായിട്ടുള്ള മറുപടി പേരോട് ഉസ്താദ് നമുക്ക് തന്നല്ലോ. എല്ലാം കൃത്യമാണ്, നമ്മുടെ ഇടയിൽ ഒരു പ്രശ്നവുമില്ല. ഉണ്ടാക്കുന്നത് ഈ കാപട്യനാണ്. അത് പഠിച്ചു വെച്ചോളൂ. ശരിക്കും പറഞ്ഞിട്ട് പഠിക്കാനാ പറയുന്നത്. ഇത് നല്ല അറിവാണ്. നിങ്ങൾ ഈ ഞാൻ പറഞ്ഞതിന് കേൾക്കണം, പഠിച്ചു വെച്ചോളൂ നിങ്ങളെന്ന് പറഞ്ഞ ആ നൗഷാദാണ് ഇപ്പോൾ പറയുന്ന നൗഷാദ്. അതേ നൗഷാദ് തന്നെയാണ്, അതേ ശബ്ദമാണ്, അതേ വ്യക്തിയാണ്, അതേ നാവാണ്. പക്ഷേ ഈ പറയുന്നത് അത് അന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും വൈരുദ്ധ്യങ്ങളാകുന്നത് എങ്ങനെ? രണ്ട് വാദങ്ങളല്ലേ ഇയാൾ പറയുന്നത്. അത് തെറ്റാണ്, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, ഇത് ശരിയാണെന്നാണ്. കെക്കാരെ ഇവൻ്റെ വാക്കും കേട്ടിട്ട് നമ്മുടെ തമ്മിലിടയിൽ നാം തന്നെ ഭിന്നിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ വോട്ടിൻ്റെ പേരും പറഞ്ഞിട്ട് ഇവൻ എന്തെല്ലോ കാപട്യങ്ങൾ സൃഷ്ടിക്കുന്നു. അതൊന്നും ശരിയല്ല. ഇവൻ ആൾ ശരിയില്ല. അന്ന് താജുൽ ഉലമ കൂടെ ഇൻസംസിൻ്റെ കൂടെ. ഇതാണ് അവൻ്റെ വാക്ക്. ആരെ കൂടെയും അല്ല, നിങ്ങളെ കൂടെയും അല്ല. അവൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കണമെങ്കിൽ കുറച്ച് ആളുകൾ വേണം. അതാണ് ഇവൻ ശ്രമിക്കുന്നത്. ഓന്ത് പോലും ഓന്തിന്റെ അസോസിയേഷൻ രൂപീകരിക്കുകയാണ് എന്റെ നേതാവ് വന്നിട്ട് ഇയാളെ മുമ്പിൽ നമിച്ചിട്ട് പറയും, ഏമാനെ നിങ്ങളെത്തിക്ക് നമ്മൾ എത്തൂലാട്ടോ. കറക്റ്റാണ് ഈ പറഞ്ഞ വാക്ക്, കുഞ്ഞാമ്മൻ പറഞ്ഞ വാക്ക്. ഓന്ത് പോലും തോറ്റു എന്ന് പറയും. മനസ്സിലായില്ലേ? ഓന്തടക്കം വന്നിട്ട് നമിക്കും. ഇത് ആരെക്കുറിച്ച് പറഞ്ഞതാണെന്ന് നമുക്കറിയില്ല, പറയട്ടെ. പക്ഷേ ഇത് ഏതൊക്കെ ഷൂട്ടാകുന്നത് ഈ നൗഷാദിനാണ്. അന്ന് വേറൊരു കളറിൽ, ഇന്ന് മറ്റൊരു കളറിലൂടെ പറ്റിക്കലാണ് ജനങ്ങൾ ചെയ്യുന്നത്. നമ്മെ തോപ്പിക്കലാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മെ തെറ്റിദ്ധരിപ്പിക്കാനും നമ്മെ തമ്മിൽ തെറ്റിക്കാനാണ് ഇവൻ ശ്രമിക്കുന്നത്. ഇവൻ പറയുന്ന ഒരു വാക്കും ആരും ശരിയായി കാണണ്ട. അള്ളാഹു കാക്കട്ടെ.